الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള വിജ്ഞാനരീതി വാട്സപ്പ് ഗ്രൂപ്പ് മെമ്പർമാരെ, അതിന്റെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളും കൂട്ടായ്മയും സ്വീകരിക്കുമാറാകട്ടെ. ഇതിലൂടെ നമ്മൾ നടത്തുന്ന ദീനിയായ ദഅവത്ത് അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. റമളാനുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ ചില മസലകൾ. നോമ്പ് നിർബന്ധമാകുന്നവർ ഇന്നമാ യജിബു സൗമു റമളാന അലാ കുല്ലി മുകല്ലഫിൻ ഐ ബാലിഗിൻ ആഖിലിൻ മുതീഖിൻ ലഹു. നോമ്പ് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ളവർക്കാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ശുദ്ധിയും ഉള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ്. എന്നാൽ നോമ്പ് നിർബന്ധമില്ലാത്തവർ, കുട്ടികൾ, ഭ്രാന്തന്മാർ, വാർദ്ധക്യത്താൽ നോമ്പനുഷ്ഠിക്കാൻ ശക്തിയില്ലാത്തവർ, അതുപോലെ ശമനമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ എന്നിവർക്ക് നോമ്പ് നിർബന്ധമില്ല. നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാത്ത വയസ്സായ ആളുകൾ, മാറാരോഗികൾ എന്നിവർ ഓരോ ദിവസത്തിനും ഓരോ മൂന്ന് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. ഒരു മൂന്ന് ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണമായ അരി, അത് 600 ഗ്രാം വീതം കൊടുത്താൽ ഒരു മുദ്ദിൽ കൂടുതൽ ഉണ്ടാകും. ഒരു ദിവസത്തേക്ക് ഒരു മുദ്ദ് എന്നതാണ് കണക്ക്. ആർത്തവരക്തമോ പ്രസവരക്തമോ ഉള്ള സ്ത്രീകൾ നോമ്പ് നിർബന്ധമില്ല. മതത്തിന്റെ ദൃഷ്ടിയിൽ അവർ നോമ്പിന് കഴിയാത്തവരാണെന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ അവർ അതിന് പകരം അല്ലാഹു കിട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. പരിശുദ്ധമായ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ശഅബാൻ മാസത്തിൽ ഹിജ്റയുടെ 2-ാം വർഷത്തിലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്ത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് റമളാൻ 30 ദിവസവും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമായ അറിയിപ്പ് അല്ലാഹു എത്തിച്ചു കൊടുത്തത്. കുട്ടികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ എപ്പോഴാണ് കൽപ്പിക്കേണ്ടത്? നമസ്കാരം എന്നതുപോലെ 7 വയസ്സായ കുട്ടികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കേണ്ടതാണ്. അവർക്ക് കഴിവാവുകയും അവർക്ക് വകതിരിവ് ആവുകയും ചെയ്താൽ. എന്നിട്ടും അവർ 10 വയസ്സായി നോമ്പ് അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുത്ത്, അടി കൊടുത്ത് അവരെ നോമ്പ് അനുഷ്ഠിപ്പിക്കേണ്ടതാണ്. അത് രക്ഷകർത്താക്കളുടെ കടമയാണ്. മറ്റൊരു കാര്യം, നോമ്പ് കാലത്ത് അമുസ്ലിംകൾക്ക് ഭക്ഷണം കൊടുക്കാമോ എന്നതിനെ കുറിച്ചാണ്. നോമ്പ് കാലത്ത് പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ മുസ്ലിം അല്ലാത്തവർക്ക് ഭക്ഷണം നൽകൽ ഹറാമാണ്. കാരണം അത് ദോഷമായ കാര്യത്തിന്റെ മേലെ സഹായിക്കലാണ്. മുസ്ലിമീങ്ങൾക്ക് തീരെ കൊടുക്കാൻ പാടില്ല. എന്നാൽ അമുസ്ലിംകൾക്കും പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിയ്യത്ത് ചെയ്യേണ്ടത് ഹൃദയത്തിൽ നോമ്പിനെ കരുതലാണ് നിയ്യത്ത്. നിയ്യത്ത് ചെയ്യുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ പറഞ്ഞാൽ പോരാ, മനസ്സുകൊണ്ട് കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നത് നിർബന്ധമില്ല. എങ്കിലും മനസ്സിൽ കരുതിയത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ്. അതുപോലെ അത്താഴം കഴിക്കലും ഫജ്ർ സാദിഖ് വെളിവാകുമോ എന്ന് ഭയന്ന് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലും നിയ്യത്തിന് പകരമാവുന്നതുമല്ല. എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതെ ഇരുന്നത് കൊണ്ട് മാത്രം നോമ്പ് കിട്ടുകയില്ല. നോമ്പിന് നിയ്യത്ത് നിർബന്ധമാണ്. ആ നിയ്യത്ത് ചെയ്താൽ മാത്രമേ അത് കരസ്ഥമാവുകയുള്ളൂ. നോമ്പിന് ശക്തി കിട്ടാനുള്ള ഉദ്ദേശത്തോടെയാണ് അത്താഴം കഴിക്കുന്നതെങ്കിലും നോമ്പ് കിട്ടുകയില്ല. നിയ്യത്ത് ചെയ്താൽ മാത്രമേ നോമ്പ് കിട്ടുകയുള്ളൂ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ റമദാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പിന്റെ നിയ്യത്ത് മറന്നുപോയാൽ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായമനുസരിച്ച് അന്ന് രാവിലെ നിയ്യത്ത് വെച്ചാലും അവർക്ക് കരസ്ഥമാകുന്നതാണ് എന്നാണ്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ.